ധനുവച്ചപുരം ഗവൺമെൻറ് ITI യൂണിയൻ്റെ ആർട്ട് ഫെസ്റ്റിൻ്റെ പേരിട്ടിരിക്കുന്നത് കലിമ. SFI ആണ് പേരിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇൻതിഫാദ എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിരുന്നു മറ്റൊരു ഫെസ്റ്റിന്. അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ SFI അല്ലെങ്കിൽ CPM ഇത്തരത്തിലുള്ള ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. അതേസമയം ഗണഗീതം എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വിറഞ്ഞു വരും എന്നുള്ളതാണ്. ഇതിപ്പോൾ കലിമ എന്ന് പറയുന്നതിലും സാറിന് അറിയാമല്ലോ, പഹൽഗാമുമായി ബന്ധപ്പെട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വാക്കായിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഇത്രയും പോപ്പുലർ ആക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒരു ശ്രമം? അത് SFI എന്ന് പറഞ്ഞാൽ അവർ വിദ്യാർത്ഥികളുടെ സംഘടനയാണല്ലോ. അതെ, വിശേഷിച്ചും അവർ ടീനേജേഴ്സിലുള്ള വിദ്യാർത്ഥികളാണ്. ഈ ടീനേജേഴ്സ് എന്ന് പറയുന്ന പൊതുവേ ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇറ്റ്സ് എ ടെമ്പററി പീരീഡ് ഓഫ് മാഡ്നസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭ്രാന്താവസ്ഥയിലൂടെയാണ് ഈ SFIയുടെ പ്രവേശം. അതിൻ്റെ നഴ്സറി അവിടെയാണ് ഈ വിത്ത് പാകുന്നത് SFIയുടെ. അപ്പോൾ ആ SFIക്കാർ കണ്ടുപിടിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുതിർന്നവരുടെ സംഗതി കണ്ടുപിടിക്കുന്നത്. കാരണം മുതിർന്നവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പോകുന്ന വഴിയിലൂടെ ആണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ കുട്ടികളുടേത് വളരെ തീർച്ചയായിട്ടും തീവ്രമായ ചിന്തകളുമായിരിക്കും. അപ്പോൾ മുതിർന്നവർ മുഴുവൻ കളിക്കുന്ന കളി എടുത്ത് നോക്കുക. ഇന്ന് കേരളത്തിൽ മുഴുവൻ ഈ മതം എടുത്തിട്ടാണ് രാഷ്ട്രീയത്തെ കളിക്കുന്നത്. അതിപ്പം CPM ആണെങ്കിലും CPM ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനകത്ത് ശരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് ഈ മതം തന്നെയാണ്. അതായത് ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഈ മുസ്ലിം അതോടൊപ്പം തന്നെ ഹിന്ദു ഒരു വിഭാഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു വോട്ടും ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ വോട്ടും തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് സമസ്തയുടെ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ആണെങ്കിലും EK വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഈ ഇരു കൂട്ടരുടെയും വോട്ടും കൂടെ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴണം. അതിനും ഈ CPM BJPയുടെ ഹെൽപ്പ് നേടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കാന്തപുരം പ്രൈം മിനിസ്റ്റർ മോദി പോയി സന്ദർശിച്ചൊന്നും യാദൃച്ഛികമല്ല. അപ്പോൾ ഇങ്ങനെ നടക്കുന്നൊരു മതത്തെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഈ ധനുവച്ചപുരം ITIയിൽ കണ്ടിരിക്കുന്നത്. ഈ ധനുവച്ചപുരം ITI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാറശാലയ്ക്കടുത്തുള്ള സ്ഥലമാണല്ലോ ധനുവച്ചപുരം. അവിടെ 2013 എനിക്ക് തോന്നുന്നു ജനുവരിയിലാണെന്ന് തോന്നുന്നു, അവിടുത്തെ ഈ ITIയുടെ ലാബിൽ ആയുധമുണ്ടാക്കിയത് ബോംബുണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നു. അപ്പോൾ അത് പോലീസാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം എനിക്ക് തോന്നുന്നത് 2013 തന്നെയാണെന്ന് തോന്നുന്നു, അവിടെ ABVPക്കാരും SFIക്കാരും തമ്മിൽ സംഘടനത്തിൽ ഒരു വിദ്യാർത്ഥി മരിക്കുകയുണ്ട്. എനിക്ക് തോന്നുന്നു SFI വിദ്യാർത്ഥിയാണെന്നത് മരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഈ ഒരു മതത്തിൻ്റെ പേരിലുള്ളൊരു സംഘടനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ യൂണിയനെയും അത്തരത്തിലുള്ള സംഘടന ITI കേന്ദ്രീകരിച്ചിട്ട് കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കലിമ എന്ന് കാണുന്നത്. അപ്പോൾ അതിനകത്ത് അവർ മുകളിൽ വെച്ചിരിക്കുന്ന അവരുടെ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്ററാണ് യഥാർത്ഥ പോസ്റ്റർ എന്നുണ്ടെങ്കിൽ വളരെ രസകരമാണ് കാണാനായിട്ട്. കാരണം അതൊരു അതിബുദ്ധി കാണിച്ചിരിക്കുകയാണ് അവർ. അതിബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വെച്ചിരിക്കുന്നത് ആ പോസ്റ്ററിനകത്തുള്ള സാധനം കഥകളിയുടെയും അതേപോലെ തന്നെ കൂടിയാട്ടത്തിൻ്റെയും രൂപത്തിൻ്റെ അടിയിലാണ് കലിമ എന്ന് വെച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര ബുദ്ധിയാണ്. അതായത് കലയുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന ഒരു ധാരണ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കല ഇപ്പം ഗരിമ എന്നൊക്കെ പറയുമല്ലോ. കാര്യം ഭയങ്കര ബുദ്ധിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് SFI അതിൻ്റെ തീർച്ചയായിട്ടും അവരുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് മുഴുവൻ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്ന സാധനം. അതേ സമയത്ത് തന്നെ ഈ കലിമ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദുർ റസൂലുല്ല. ഇതാണ് ആദ്യമായിട്ട് ഈ ഒരു കലിമ എന്ന് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിം മതവിശ്വാസിയുടെ മനസ്സിലേക്ക് വരിക, അത് ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ മറുഭാഗത്ത് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ ABVP വിദ്യാർത്ഥികളെയും അതല്ലെങ്കിൽ അവർ കാണുന്ന ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെയൊക്കെ പ്രകോപിപ്പിക്കുക. അപ്പോൾ ഈ പ്രകോപിപ്പിക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തിൻ്റെ കൂടുതൽ പിന്തുണ കിട്ടുകയും അതോടൊപ്പം തന്നെ തങ്ങളാണ് ഭയങ്കരമായിട്ട് ഈ RSSനെതിരെയും ഹിന്ദുത്വവൽക്കരണത്തിനെതിരെയും പോരാടുന്നു എന്നുള്ളൊരു പുരോഗമന പ്രതിച്ഛായ ഉണ്ടാക്കാം എന്നുള്ള ഒരു തടവരയിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഈ CPM ആണെങ്കിലും ഇവിടുത്തെ പുരോഗമന ഇടതുപക്ഷക്കാരാണെങ്കിലും അങ്ങനെ അതിൽപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ ഈ കണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ അതിനകത്ത് സംശയമൊന്നും വേണ്ട, ഈ ഉദ്ദേശം തന്നെയാണ്, അല്ലാതെ കലയുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ഈ അവരതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ കലകൾ രണ്ടും യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രകലകളുമാണ്. സാറ് പറഞ്ഞ പോലെ അതിബുദ്ധിയാണ്. അത് ബുദ്ധിയാണ് സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്തരം സംഗതി ഇത് ഭയങ്കര അപകടകരമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെടുത്ത് നോക്കുക, ഇന്നിവിടെ കേരളം വലിയ പ്രബുദ്ധമാണ്, മതേതരമാണ്, അതേപോലെ എല്ലാത്തിനുമൊക്കെ അതീതമാണെന്നൊക്കെ പറഞ്ഞ് എന്താണ് നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്നൊക്കെ പറയില്ല ഇടയ്ക്ക് നമ്മുടെ സാംസ്കാരിക നേതാക്കളൊക്കെ. പക്ഷെ ആവശ്യത്തിനൊന്നും ഈ സാംസ്കാരിക നേതാക്കളെ കാണാൻ സംസ്കാരം എന്താണെന്ന് തന്നെ നമുക്കറിയില്ല, പിന്നല്ലേ ഈ സാംസ്കാരിക നേതാക്കളെന്ന് പറയുന്നത്. ഒരു സംസ്കാരമുള്ള രാജ്യത്ത് സാംസ്കാരിക നേതാക്കൾ ഉണ്ടാവില്ല. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ എൻ്റെ ഒരു ചെറിയ സംശയം ഇതിനിടയിൽ വന്നതാണ്. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള മതം വിശ്വസിക്കാനും ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനും ഒക്കെ വലിയ അനുവാദമുണ്ട്, അതൊരു അവകാശവുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ട് വളരെ സെൻസിറ്റീവായി ഒരു വിഭാഗത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രീണിപ്പിച്ച് മറ്റൊരു വിഭാഗത്തിനെ എന്താ പറയുക എടുത്തടിക്കേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു രീതി, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജാതിക്കുള്ളിലെ ജാതി ഇതെല്ലാം പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി വളരെ കൃത്യമായിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ നമ്മൾ പന്താടുന്നത് പോലെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും ജാതി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ മൈന്യൂട്ടായി തിരിച്ചു കാണുന്ന ഒരു പാർട്ടി വേറെ ഉണ്ടാവില്ലല്ലോ സർ. ഇല്ല, കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവമുള്ള ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്നത് CPM ആണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ പിന്നെ പ്രചരിതം നോക്കുക, കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പം ഈ സമീപ കാലങ്ങളിലും കാണാം ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഇടയ്ക്ക് 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നുണ്ടോ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുന്നുണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുന്നുണ്ടോ? ഇവരിതെല്ലാം ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒന്നിച്ചിരുന്നാണ് കച്ചവടം ചെയ്യുന്നത്. പുറത്തേക്ക് നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം ഒന്നിച്ചിടപഴകുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്ത് നോക്കുക, എത്ര പേര് ഈ കൊലപാതകങ്ങളിൽ മരിച്ചിട്ടുണ്ടെന്ന് നോക്കുക, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതിനകത്ത് ഉറപ്പായിട്ട് ഒരു ഭാഗത്ത് CPM ആയിരിക്കും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജാതി എന്ന് പറയുന്നത് CPM ആണ്. അത് തീവ്രവാദ സ്വഭാവമുള്ളത്. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തീണ്ടലും തൊടിയിലുമുണ്ട്. ഇപ്പോൾ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ വേറൊരു പാർട്ടിക്കാരൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു പാർട്ടിക്കാരൻ പോട്ടെ, വേറെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലൊരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൻ്റെ പേര് മോശമാവുന്നുണ്ട്, ഞാൻ ഗ്രാമത്തിൻ്റെ പേര് പറയുന്നില്ല, ആ ഗ്രാമത്തിലേക്ക് ഒരാവശ്യമായിട്ട് ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞ് ആ വീട്ടിലെ അത് അഡ്രസ്സൊക്കെ തിരിപ്പിടിച്ച് ചെന്നതാണ്. അന്ന് ചെന്ന് കഴിഞ്ഞ് കുറച്ച് അവരുടെ കോലായിൽ കയറി ഇരുന്ന് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 4-5 പേര് വരിക ചെയ്യുന്നു. നിങ്ങളെവിടെ നിന്നാണ് വരുന്നത്? മനസ്സിലായേ? അവസാനം വീട്ടിൻ്റെ ആ ആതിഥേയൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അവസാനം ആതിഥേയൻ പറയുന്നത് ശരിയാണോ, ഈ ഗസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് അവസാനം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് പോലെ വന്നു. ഇതൊരു സൗഹൃദ സന്ദർശനം നടത്തിയത്. ഇദ്ദേഹം പോയത് ചെങ്ങന്നൂർക്കാരനാണ് ഇദ്ദേഹം, എൻ്റെ ഒരു സുഹൃത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒടുവിൽ ഈ ആതിഥേയൻ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഉടനെ ഈ ഇറങ്ങി പോകാൻ തരം, അപ്പോൾ ഈ ആതിഥേയനും ഈ പാർട്ടിക്കാരനാണ്. അവിടെയാണ് എൻ്റെ ഒരു ഗതികേട് കിടക്കുന്നത്. അപ്പോൾ ആതിഥേയൻ അവസാനം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു വിരട്ടിട്ട് വരും, നിങ്ങൾ സൂക്ഷിച്ചും കണ്ടോളൊക്കെ ചെയ്തോളൂ, ഞങ്ങൾ പക്ഷേ കണ്ടുപിടിക്കും ആരായി വന്നതെന്നുള്ളത്. അതവിടെ ഉണ്ട് സാർ. എനിക്ക് പേഴ്സണലി ഞാനും ഈ വിഷയത്തെക്കുറിച്ച് എനിക്കും അറിയാം. ഇതുപോലുള്ള വിഷയങ്ങൾ അവിടെ അങ്ങനെയാണ്. ചില പാർട്ടി ഗ്രാമം നമ്മൾ ചെന്നിറങ്ങുന്നത് മുതൽ നമ്മൾ സ്കെച്ചാണ്. പിന്നെ നമ്മൾ ഫുൾ നമ്മൾ പറയില്ലേ, നമ്മൾ NIA-യുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് പാർട്ടിക്കാർ. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദ ജാതി എന്ന് പറയുന്നത് CPM ആണ്. അതിനകത്ത് സംശയമില്ല. അവരുടെ ബുദ്ധിപരമായ ചില പ്രകടനങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഈ അവർ ചോദിക്കുമ്പോൾ എന്താ, നാളെ ഇപ്പോൾ അവരിതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫൻസാണ് അവരാദ്യം കാണിക്കുന്നത്. ആത്മവിശ്വാസം ഇല്ലാത്തവൻ്റെ ആയുധമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത്, പ്രതിരോധം എന്ന് പറയുന്നത്. ഇപ്പം ഗാന്ധിജി എന്തെങ്കിലും ഈ പ്രതിരോധിച്ചിട്ടുള്ള എവിടെയെങ്കിലും ചരിത്രത്തിൽ വായിക്കാൻ പറ്റും? അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറയും അദ്ദേഹം. അത് തിരുത്തണമെന്നും പറയും. അത് എത്ര വലിയ സംഭവമാണെങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ ഈ ഡിഫൻസ് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ആത്മവിശ്വാസം ഇല്ലാത്തവൻ്റെ
ഏറ്റവും വലിയ ആയുധമാണ്, വാളും പരിചയമാണ്. അവൻ്റെ പരിചയമാണ്. വാൾ ഉപയോഗിക്കണമെങ്കിൽ ഇച്ചിരി ധൈര്യം വേണം. ഈ ആത്മവിശ്വാസം ഇല്ലാത്തവൻ്റെ പരിചയമാണ് ഈ പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ആ ഡിഫൻസിനെ മുന്നിൽ കണ്ടിട്ടാണ് ഇവർ ഈ പേരിട്ടിരിക്കുന്നത്. അതായത് ഈ ITI ഫെസ്റ്റിന് പേരിട്ടിരിക്കുന്നത് കലിമ. എന്താണ് കുഴപ്പം? കലയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കലിമ. തനതായിട്ടുള്ളൊരു സംഗതിയെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ തനിമയെന്ന് പറയത്തില്ലേ? ആ തനിമയെന്ന് പറയുന്നത് പോലെ കലയുമായി ബന്ധപ്പെട്ടൊരു സംഗതിയെ കലിമ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അത് വളരെ മതേതരത്വവും വളരെ പുരോഗമനപരവുമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് സ്ഥാപിക്കുക. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ, കലയുമായി ബന്ധപ്പെട്ടതല്ലേ? കഥകളിയുടെയും കേരളത്തിൻ്റെ മുഖമുദ്രയായ കഥകളി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ കഥകളി കണ്ടു കഴിഞ്ഞാൽ കേരളത്തിനെ തിരിച്ചറിയും. അതേപോലെ താഴെ കൂടിയാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഓട്ടം തുള്ളലിൻ്റെ, അതിൻ്റെ ഏതിനാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഇതൊക്കെ കലയല്ലേ? ഇപ്പോൾ ഈ കല കണ്ടു കഴിഞ്ഞാൽ കലാരൂപങ്ങൾ കണ്ട തിരിച്ചറിയാൻ വയ്യാത്ത, ബോധമില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും ഇതിനകത്ത് വർഗീയത കാണത്തുള്ളൂ എന്നവർ സ്ഥാപിക്കും. അപ്പോൾ ഈ ഡിഫൻസായി. അപ്പോൾ ഈ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ഇവരെല്ലാം തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഈ കുറേ നാളത് ഓടി, പക്ഷേ ഇപ്പോൾ അത് ഓടുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ആ ഒരു ഘട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ വരികയുള്ളൂ. കാര്യം മനുഷ്യനെ തമ്മിലടിപ്പിക്കുക, കൊല്ലുക. ആ ITIയിലെ തന്നെ ഒരു വിദ്യാർത്ഥി സജിൻ എന്നാണെന്നാണ് ആ കുട്ടിയുടെ പേര്. അദ്ദേഹം SFI കാരനാണെന്ന്. SFI കാരനാണെങ്കിൽ മനുഷ്യനാണ് അയാൾ, അല്ലേ? അപ്പോൾ ഒരാളെ കൊലയ്ക്ക് കൊടുത്തു. അതിനു മുമ്പ് അവിടെ ലാബിൽ ആയുധം ഉണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കും, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ലാബിൽ ആയുധം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രബുദ്ധ കേരളം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വലിയ വാക്കെടുത്ത് തലയിൽ വെച്ച് തന്നിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് സത്യത്തിൽ. പ്രബുദ്ധ കേരളം. ആ പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കലിമ.